പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. റോമാലേഖനം 16-ാം അധ്യായം 20-ാം വാക്യം, സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സമാധാനത്തിൻ്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ഇതാ ജീവിതത്തിലെ പ്രതിസന്ധികളെ, പോരാട്ടങ്ങളെ, ശത്രു കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ ജനത്തോട് പറഞ്ഞിട്ട് അവരോട് പറയുന്നു, വേഗത്തിൽ ഈ പ്രശ്നങ്ങളെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവീൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. നോക്ക്, 17-18 വാക്യങ്ങളിൽ ശത്രുവിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. അവർ ഇടർച്ചയുണ്ടാക്കുന്നവർ, ദ്വന്ദ്വപക്ഷങ്ങളെ ഉണ്ടാക്കുന്നവർ, ദൈവത്തിന് വിരോധമായി ഉപദേശത്തെ പഠിപ്പിക്കുന്നവർ, സ്വന്തം വയറിനെ ഹല്ലേലൂയ പോഷിപ്പിക്കുന്നവർ, മുഖസ്തുതിയും ചക്കരവാക്കും പറയുന്നവർ, ദൈവത്തോടുള്ള ഏകാഗ്രത വിട്ട് ജനത്തെ തെറ്റിച്ചു കളയുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങളുണ്ട്, നിരുത്സാഹപ്പെടുത്തുന്ന തന്ത്രങ്ങളുണ്ട്. അങ്ങനെയുള്ളവരെ അകന്നുകൊള്ളണമെന്ന് പരിശുദ്ധ ആത്മാവ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തിരുവചനത്തിൽ പറയുന്നു, ഹല്ലേലൂയ, പലപ്പോഴും അങ്ങനെയുള്ള പിശാചുക്കൾ നമ്മുടെ നടുവിലുണ്ട്. യഥാർത്ഥ വേലക്കാരെ തെറ്റിച്ച് കളയുന്ന ഹല്ലേലൂയ ശത്രുവിൻ്റെ തന്ത്രങ്ങൾ. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ ഹല്ലേലൂയ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സാത്താനും വെളിച്ച ദൂതൻ്റെ വേഷത്തെ ധരിക്കും. അതുകൊണ്ട് അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. ഹല്ലേലൂയ. നോക്ക്, പലപ്പോഴും ശത്രുവായവൻ അവൻ വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വന്ന് മനുഷ്യരെ ചതിക്കും, മനുഷ്യരെ വഴി തെറ്റിച്ചു കളയും. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, ലോകത്തിൻ്റെ ആഗ്രഹങ്ങളെ അവൻ പ്രമോട്ട് ചെയ്യും. വയറ് അവരുടെ ദൈവമായി, ക്രൂശിൻ്റെ ശത്രുക്കളായി. ഹല്ലേലൂയ. ഭൂമിയിലുള്ള പലതിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് ദൈവജനത്തിൻ്റെ ഏകാഗ്രത തെറ്റിക്കും. ഇന്ന് രാവിലെ സമയത്തും പരിശുദ്ധാത്മാവ് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളൊരു ദൈവ പൈതലാണോ? സമാധാനത്തിൻ്റെ ദൈവം വേഗത്തിൽ ഇത്തരത്തിലുള്ള സാത്താൻ്റെ പ്രവർത്തികളെ, തന്ത്രങ്ങളെ നിങ്ങളുടെ കാൽക്കീഴെ ചതയ്ക്കും. പ്രിയരെ, ഇന്ന് പകൽക്കാലം നാം ഈ വചനം വായിക്കുമ്പോൾ തന്നെ ആ ഒരു കാര്യം മനസ്സിലാക്കണം. ഒന്ന്, സമാധാനത്തിൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നമ്മുടെ ദൈവമാരാ? അവൻ സമാധാനത്തിൻ്റെ ദൈവമാ. ഏതൊരു പ്രശ്നം വന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ പ്രതിസന്ധിയിൽ അകപ്പെട്ടു എന്ന് ഓർത്ത്, നിങ്ങൾ പ്രതികൂലത്തിന് നടുവിലെന്ന് ഓർത്ത് ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ മതി. സമാധാനത്തിന് ദൈവത്തിന് സകലത്തിനു മേൽ അധികാരമുണ്ട്. നമ്മുടെ ദൈവം സകലത്തിൻ്റെ ഉടയവനായ ദൈവമാ. അവൻ രാജാവായ ദൈവമാ. അവൻ്റെ മുമ്പാകെ മുഴങ്കാലും മടങ്ങാത്ത ഒന്നുമില്ല. ഇന്ന് രാവിലെ നിങ്ങൾ വിളിച്ചു പറയണം, സമാധാനത്തിൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യും. 2, അവൻ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിൽ ചതച്ചു കളയും. സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കും. ആ പ്രശ്നത്തെ നിങ്ങളുടെ കാൽക്കീഴിലാക്കും. നിങ്ങളെ ഹല്ലേലൂയ വേട്ടയാടുന്ന, നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആ പ്രശ്നത്തെ, ആ തന്ത്രത്തെ, ഹല്ലേലൂയ നിങ്ങൾക്ക് അതിജീവിക്കേണ്ടതായ ആ പ്രശ്നത്തെ നിങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരും. നിങ്ങൾ അതിനുവേണ്ടി മറ്റെങ്ങും ഓടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കാലിലെ ഒരു പൊടി തട്ടിക്കളയുന്നത് പോലെ നിങ്ങൾ വലിയ കാര്യമെന്ന് പറയുന്ന, വലിയ പ്രശ്നമെന്ന് പറയുന്ന ആ പ്രശ്നങ്ങളെ, ആ സാത്താൻ്റെ തന്ത്രത്തെ നിങ്ങളുടെ കാൽക്കീഴിൽ ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ. അത് നാം മനസ്സിലാക്കണം. അതാ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. വിപരീത ഉപദേശവുമായി വരുന്ന, ലോകത്തിൻ്റെ മോഹത്തെ കൊണ്ടുവരുന്ന, മനുഷ്യൻ്റെ ഏകാഗ്രതയെ തെറ്റിച്ച് കളയുന്ന കൊടിയ തന്ത്രങ്ങൾ ശത്രുവിൻ്റെ കയ്യിലുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയണം. അത് നിങ്ങളുടെ കാലിലെ പൊടി പോലെയാ. അതിനെ നിങ്ങളുടെ കാൽക്കീഴെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കാൽക്കീഴിനടിയിൽ ചതച്ച് കളയാൻ ദൈവം കൃപ നൽകും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ കാൽ കൊണ്ട് ഹല്ലേലൂയ ഒരു ചെറിയ പൊടി തട്ടിക്കളയുന്ന പോലെ, ഒരു ഉറുമ്പിനെ
കുരുവിനെ തട്ടിക്കളയുന്നത് പോലെ തട്ടിക്കളയാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകും. നിങ്ങളുടെ കാലുകൾക്ക് അവൻ ബലം തരും. ആര് തരും? സമാധാനത്തിൻ്റെ ദൈവം. സമാധാനത്തിൻ്റെ ദൈവം അവൻ എൻ്റെ അപ്പനാ, അവൻ രാജാവാ, അവൻ കർത്താവാ, അവൻ സകലത്തിനു മേൽ അധികാരമുള്ള ദൈവമാ. അതുകൊണ്ടാണ് വലിയ ഗോലിയാത്തിൻ്റെ മുമ്പിൽ ദാവീദ് ധൈര്യത്തോടെ നിന്ന് പറഞ്ഞത്, നിന്നെ ആകാശത്തിലെ പക്ഷികൾക്ക് ഇന്ന് ആഹാരമാക്കി ഞാൻ കൊടുക്കും. ഞാൻ വരുന്നത് നീ വരുന്നത് പോലെ വേലും കുന്തവും കൊണ്ടൊന്നും അല്ല, നീ നിന്ദിച്ച ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് ഞാൻ വരുന്നത്. പ്രിയരെ, ഇന്ന് പകൽക്കാലവും ആ നാമത്തിൻ്റെ ശക്തി നമുക്കുണ്ട്. സമാധാന പ്രഭുവിൻ്റെ നാമം, നസറേന യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കൊണ്ട്, ആ നാമം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കൊണ്ട്, ആ നാമത്തിൽ സാത്താൻ്റെ തന്ത്രത്തെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ച് കളയാൻ കർത്താവ് കൃപ നൽകും. അത് നിങ്ങളുടെ കാൽക്കീഴല്ല അതിൻ്റെ ബലം. നിങ്ങളുടെ കാലിന് അങ്ങനത്തെ ബലം തന്ന നമ്മുടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. പ്രിയരെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏത് പ്രശ്നത്തിൻ്റെ നടുവിലാണോ, ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലാണോ, ഏത് ആവശ്യത്തിൻ്റെ നടുവിലാണോ, ഒരു കാര്യം ഒന്ന് വിളിച്ചു പറഞ്ഞാട്ട്, ഈ പ്രശ്നത്തെ, ഈ ആവശ്യത്തെ എൻ്റെ കാൽക്കീഴിലാക്കി തന്ന എൻ്റെ കർത്താവിന് സ്തോത്രം. അതിൻ്റെ മേൽ എനിക്ക് അധികാരം തന്ന ദൈവത്തിന് സ്തോത്രം. എൻ്റെ കാൽക്കീഴിൽ ആ പ്രശ്നത്തെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയത്തും എനിക്കതിൻ്റെ മേൽ ജയമുണ്ട്. ഞാൻ പാമ്പുകളെയും തേളുകളെയും പിശാചിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്ക് അധികാരം തന്ന എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു, എൻ്റെ കർത്താവിനെ ആരാധിക്കുന്നു. എൻ്റെ കർത്താവ് മതിയായവൻ, വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.